Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പാൽ കപ്പയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സാധാരണ നമ്മൾ കപ്പ പുഴുങ്ങുകയും കുഴയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ പാൽ കപ്പയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റാണ്. തേങ്ങാപ്പാലിലൊക്കെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ കപ്പയോടൊപ്പം ഞാൻ 3 തരത്തിലുള്ള മുളക് ചമ്മന്തിയും കൂടി ഇടുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന മുളക് ചമ്മന്തിയാണ് ഏറ്റവും ടേസ്റ്റ്. ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് ആ മുളക് ചമ്മന്തിയാണ്. അപ്പം വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാൽ കപ്പയും 3 തരം മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് മുറിച്ച്, നമ്മൾ കപ്പ കുഴയ്ക്കാനൊക്കെ മുറിക്കുന്ന ആ ഒരു വലിപ്പത്തിൽ മുറിച്ച് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വേറെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി കപ്പ കുഴയ്ക്കാൻ വേവിക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ 1 സവോള കനം കുറച്ച് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ഒരു 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് എരിവ് വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി, ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് എരിവും കൂടെയൊക്കെ വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പച്ചമുളക് ഇട്ട് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്ക് വേണ്ടത് താളിച്ച് ചേർക്കാനായിട്ട് കുറച്ച് കൂടുതൽ ചുവന്നുള്ളി വേണം. ഒരു 15 ചുവന്നുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാനൊരു 1.25 കപ്പോളം തേങ്ങാ ചിരകിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്താണ്. പിന്നെ എണ്ണയും വേണം, ഉപ്പും വേണം. നമുക്ക് ആദ്യം കപ്പ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കളയണം. കപ്പയിൽ ഒരു ചെറിയ വിഷാംശം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം വെള്ളം തിളപ്പിച്ച് ആ കപ്പ തിളപ്പിക്കുന്ന വെള്ളം നമുക്ക് ഊറ്റി കളയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കപ്പ തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരു പകുതി വേവാകുന്നവരെ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് വേണം കപ്പ തിളപ്പിക്കാനായിട്ട്. ഇപ്പോൾ കപ്പ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി വെന്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ചെറുതായിട്ട് ട്രാൻസ്പാരൻ്റായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഇത് പകുതി വേവായിട്ടുണ്ടെന്ന്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ഈ വെള്ളം ഒന്ന് ആദ്യം ഊറ്റിക്കളഞ്ഞ് കപ്പ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് നല്ലത്, നാടൻ ഡിഷല്ലേ. അപ്പം മാക്സിമം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ മതി, കൂടുതലൊന്നും വേണ്ട. നമുക്ക് ചെറുതായിട്ട് ഈ സവോളയും പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സവോളയുടെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തിളപ്പിച്ച് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പകുതി വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും വേവിക്കാനുണ്ട്. ഇനിയുള്ള വേവ് നമ്മൾ തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ കപ്പയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് തേങ്ങാപ്പാൽ, ഇത് 1-ാം പാലെന്നോ 2-ാം പാലെന്നോ ഒന്നുമില്ല, എല്ലാം കൂടെ ചേർത്ത് അല്പം ഡയലൂട്ട് ചെയ്തെടുത്ത് 2 കപ്പ് തേങ്ങാപ്പാലാണ്. ഒരു 1.5 മുറി തേങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റും. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് എടുക്കുക. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അല്പം തീ കൂട്ടി വയ്ക്കുക. അതിനുശേഷം ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ബാക്കി ഭാഗം നന്നായിട്ട് കപ്പ വെന്ത് ഒന്ന് കുഴഞ്ഞു വരണം. ഒത്തിരി അങ്ങ് കുഴഞ്ഞ് പേസ്റ്റ് പോലെ ആയാലും ഒരു സുഖമില്ല. പിന്നെ നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുറച്ചൊരു ഗ്രേവി ആയിട്ടിരിക്കുന്ന പാൽക്കപ്പയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്ത് ഇത്തിരി ഗ്രേവി ആയിട്ട് ആ തേങ്ങാപ്പാലും കൂട്ടി കഴിക്കുന്ന രീതിയിൽ നമുക്കെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയല്ല എടുത്തിരിക്കുന്നത്. കപ്പ ഒന്ന് വെന്ത് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ നന്നായിട്ട് പിടിച്ചിട്ട് അല്പം ഡ്രൈ ആയി വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ കറക്റ്റ് വെന്ത കഷ്ണങ്ങളിലേക്ക് തേങ്ങാപ്പാൽ പിടിച്ചു വരുന്ന രീതിയിൽ ഒരല്പം ഡ്രൈ ആയിരിക്കുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച്
നമുക്ക് ആ കപ്പ ഇതുപോലെ വേവിച്ച് കുഴച്ചെടുക്കാം തേങ്ങാപ്പാൽ. ഇപ്പം തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കഷ്ണത്തേലൊക്കെ പിടിച്ചിട്ടുണ്ട്. കപ്പയുടെ പീസൊക്കെ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ടാവും. ഈ ഒരു പരുവമായി കഴിയുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കപ്പയുടെ പീസെല്ലാം നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. തേങ്ങാപ്പാലെല്ലാം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊരു ചെറിയ പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറഞ്ഞു പോകരുത്, കാരണം നമുക്ക് ഇതിനകത്ത് ചുവന്നുള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇതിന് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചേർക്കുന്നത് കപ്പയ്ക്ക് ചിലർക്ക് ഗ്യാസ് ഉണ്ടാവും, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ വയറിന് നല്ലതാണ്, ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ വെളുത്തുള്ളിയും കൂടെ ചേർക്കുക, അതാണ് നല്ലത്. പിന്നെ നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ 1-2 വറ്റൽമുളകും വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ആദ്യം ആ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ വറ്റൽമുളക് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. കാരണം നമ്മൾ പച്ചമുളകൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി അല്പം കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക, എന്നാൽ മാത്രമേ പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടുള്ളൂ നമുക്ക്. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ പാൽക്കപ്പയിൽ കടുക് പൊട്ടിക്കാറില്ല. കടുക് വേണമെന്നുള്ളവർക്ക് കടുകും കൂടെ പൊട്ടിച്ച് ഇതുപോലെ ഉള്ളി ചേർത്തെടുക്കാം. ഞാനിവിടെ കടുക് പൊട്ടിക്കുന്നില്ല. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായില്ല, അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാൽക്കപ്പയിലേക്ക് ഈ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. പണ്ടൊക്കെ തേങ്ങാപ്പാലിന് പകരം ആട്ടിൻപാലാണ് ചേർത്തിരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ആട്ടിൻപാലൊന്നും കിട്ടാൻ രക്ഷയില്ല. അതുകൊണ്ട് കൂടുതലും തേങ്ങാപ്പാലിലാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലിൽ ചെയ്ത് കഴിഞ്ഞാൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇടയ്ക്കൊന്ന് വെറൈറ്റിക്ക് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള മുളക് ചമ്മന്തിയും നിങ്ങൾ കണ്ടു നോക്കണം. നിങ്ങൾക്കറിയാവുന്ന മുളക് ചമ്മന്തി ഉണ്ട്. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ മുളക് ചമ്മന്തി ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, അതും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇനി പുളി ചേർത്തിട്ടുള്ള മുളക് ചമ്മന്തി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് മതി പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ, ഒത്തിരി വെള്ളമായി പോകരുത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ മുളകൊന്ന് ചെറുതായിട്ട് അടുപ്പിൽ ഗ്യാസ് സ്റ്റൗവിൽ കാണിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം, അതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും മതിയാവും. എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് ചൂടാക്കി ഒരു ബ്രൗൺ കളർ, ഇച്ചിരി ഡാർക്ക് കളറാകുന്നവരൊന്ന് ചൂടാക്കി എടുക്കുക. ഞാനിപ്പോൾ ചുട്ടെടുത്തതാണ്. അതിനുശേഷം നമുക്ക് അതൊന്ന് ചതച്ചെടുക്കാം. ഉള്ളിയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചതച്ചെടുത്ത വറ്റൽമുളകിലേക്ക് ചതച്ചെടുത്ത ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അതിൻ്റെ പിഴിഞ്ഞ ആ വെള്ളം, പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി ഞെരടിയെടുക്കുക. പുളി ചേർത്ത മുളക് എപ്പോഴും കൈകൊണ്ട് തിരുമ്മിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഉപ്പും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുളിയും മുളകും തിരുമ്മിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മുളക് ഏതാണെന്ന് നോക്കാം. അതും നിങ്ങൾക്കൊക്കെ കുറേ പേർക്ക് അറിയാവുന്നതാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. കാന്താരി മുളക് ചേർത്തിട്ടുള്ള മുളക് ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 കാന്താരി മുളകും ഒരു 10-15
ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് വെളുത്ത കാന്താരി മുളകാണുള്ളത്, അതുകൊണ്ട് എരിവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ അതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കറക്റ്റ് ചെയ്തെടുക്കുക. എത്ര എരിവ് വേണമെന്നനുസരിച്ച് എടുക്കുക. ഞാൻ കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് ആദ്യം ചതച്ചെടുക്കണം. അതിനുശേഷം ഉപ്പും എണ്ണയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളിയും മുളകും വേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കാന്താരി മുളക് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. പക്ഷേ എപ്പോഴും കപ്പയുടെ കൂടെ കാന്താരി മുളകാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക. ഉപ്പും എണ്ണയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മുളകും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്പെഷ്യൽ പഞ്ചസാര ചേർത്ത നല്ല മധുരമുള്ള മുളക്. എരിവും മധുരവും ഉണ്ടാവും. ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ഇത്. ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കപ്പയുടെയും കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് ഈ മുളക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഒരു 2 പിടിയോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ എണ്ണയിലേക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ഉണ്ടെങ്കിലേ ഈ മുളകിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ടിയാൽ അതിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഈ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് പുറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു കളർ മാറി വരുന്ന സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഏറ്റവും കുറച്ച് വെച്ചാൽ അതിൻ്റെ ചൂടൊന്നൊരല്പം കുറഞ്ഞ് തുടങ്ങുന്ന സമയത്തെ ബാക്കി പൊടികൾ ചേർക്കാവുള്ളൂ. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും ഒത്തിരി കൂടിപ്പോകരുത്, കാരണം നമ്മൾ ഇതിനകത്ത് മധുരം പഞ്ചസാര കൂടി ചേർക്കുന്നതാണ്. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം വാളംപുളി. ഒരു ചെറിയ പീസ് മതി, ഒത്തിരി കൂടിപ്പോരുത്. ഞാനിപ്പോൾ കാണിച്ചല്ലോ അത്രയും പുളിയേ ചേർക്കാവുള്ളൂ, അത് കറക്റ്റാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കുറച്ച് മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം ഈ മുളകിന്, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ആ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്നുകൂടെ ഒന്ന് ആ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കി എടുക്കാം. ഇനി മുളകും കൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം ചൂടാറി കഴിഞ്ഞാൽ മിക്സിയിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അടിപൊളി ചമ്മന്തിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ 3 മുളക് ചമ്മന്തിയും കപ്പയും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് പുതിയ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക് യു.